വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു മാധവ്. ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ കട. ഗജുഭായ് കൊണ്ടുവന്നു തന്റെ മുത്തച്ഛന് കിട്ടിയ വരം. അതിൽ നിന്നും പുറത്തു വന്നു ഹെൽത്തിയായ സ്വർണ്ണ നിറത്തിലുള്ള പൊറോട്ട. കച്ചവടം തവിടുപൊടിയായി, നഷ്ടമെല്ലാം മറഞ്ഞുപോയി. അത്യാഗ്രഹം കാരണം സുനിലാൽ ആ മെഷീൻ മോഷ്ടിച്ചു. കല്ലായി മാറിയ പൊറോട്ട അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിച്ചു. ഗ്രാമത്തിന്റെ അതിരാവിലെ മാർക്കറ്റിൽ നിന്നാണ് തുടങ്ങിയത്. 4 ചുറ്റിലും ജനങ്ങൾ നടക്കുന്നു. പിന്നെ ഓരോരുത്തരും അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുകയായിരുന്നു. അവിടെ മുഴുവൻ കാണാൻ വളരെ നന്നായിരുന്നു. അതേ മാർക്കറ്റിൽ 2 കടകൾ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുകയാണ്. ഒന്ന് മാധവിന്റെ വൃത്തിയുള്ള പൊറോട്ട കട, പിന്നെ മറ്റൊന്ന് സുനിലാലിന്റെ മോഡേൺ സ്വീറ്റ് കട. മാധവ് തന്റെ കടയിൽ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കടയിലേക്ക് ഒരു കസ്റ്റമറും വരുന്നില്ല. അദ്ദേഹത്തിന്റെ പൊറോട്ട വെറുതെ ഇരിക്കുകയായിരുന്നു. അതായത് ആർക്കു വേണ്ടിയോ കാത്തുകൊണ്ടിരിക്കുന്നത് പോലെ. പിന്നെ മറ്റൊരു വശത്ത് സുനിലാലിന്റെ കടയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കസ്റ്റമേഴ്സ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും സ്വീറ്റ് വാങ്ങുന്നു. അദ്ദേഹത്തിന്റെ കച്ചവടവും നന്നായി നടക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് സുനിലാലിന് ഒരുപാട് സന്തോഷം. പിന്നെ അദ്ദേഹത്തിന് മാധവ് ലാലിന്റെ ആരുമില്ലാത്ത കട കണ്ട് വീണ്ടും സന്തോഷം കൂടി. എന്റെ ദൈവമേ, ഇന്ന് പോലും ഒരു കസ്റ്റമറും വന്നിട്ടേ ഇല്ല. ഇതുപോലെ തന്നെ നടന്നുകൊണ്ടിരുന്നാൽ ഞാൻ എന്റെ കട എങ്ങനെ നടത്താനാ? മാവൊക്കെ വീണായി പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഉരുളക്കിഴങ്ങും ചീത്തയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് പെട്ടെന്ന് മാർക്കറ്റിലുണ്ടായിരുന്ന എല്ലാരും ഒരേ ദിശയിലേക്ക് നോക്കിയത്. അവരുടെ മുഖത്തൊക്കെ വല്ലാത്തൊരു ചോദ്യമുണ്ടായിരുന്നു. അവരെല്ലാരും ചിന്തിക്കുകയായിരുന്നു, എന്ത് വീണ്ടുമോ എന്ന്. ഗജ്ജു ചേട്ടാ വീണ്ടും വന്നോ? ഇദ്ദേഹമാണ് ഗജുഭായ്. ഇദ്ദേഹം ഗ്രാമത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതായത് എല്ലാ കാര്യങ്ങളിലും മികച്ച കഴിവുള്ള വ്യക്തി. ഗജുഭായ് ഒരിക്കലും തന്റെ ജോലി ശരിക്കും ചെയ്തിട്ടേയില്ല. പക്ഷെ അതിനായി കഠിനമായി അധ്വാനിക്കും. നമസ്കാരം ഗജ്ജു ചേട്ടാ, ഇന്ന് ഒരുപാട് തിളങ്ങുന്നുണ്ട്. ഷേടാ, തിളങ്ങുന്നത് എന്റെ പഴക്കമല്ലേ. സന്തോഷമായിരിക്കൂ, ജോളിയായിരിക്കൂ. ഗജ്ജു ചേട്ടാ, ഗജ്ജു ചേട്ടൻ വന്നിട്ടുണ്ട്. ഗജു ചേട്ടൻ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞു. അദ്ദേഹത്തെ കണ്ടാൽ എങ്ങനെ തോന്നുന്നെന്നാൽ ആ ഗ്രാമത്തിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള കോമഡിയനെ പോലെയുണ്ട്. ആ സമയത്താണ് അദ്ദേഹം മാധവിന്റെ കടയിലേക്ക് ശ്രദ്ധിച്ചത്. അവിടെ മാധവ് വളരെ വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു. ഇത് കണ്ടിട്ട് ഗജു നേരെ അദ്ദേഹത്തിന്റെ കടയിലേക്ക് ചെന്നു. അദ്ദേഹം അകത്ത് വന്നിരുന്നു. അദ്ദേഹം ഇരുന്നതും തന്നെ അദ്ദേഹത്തിന് വണ്ണമുള്ളത് കൊണ്ട് സ്റ്റൂളിൽ നിന്നും ഒരു ശബ്ദം വന്നു. മാധവ് ചേട്ടാ, എന്താ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്നു? പറയൂ, എന്താ കാര്യം? ഗജ്ജു ചേട്ടാ, എന്റെ കട മൂടേണ്ട ആവശ്യം വരുന്നു തോന്നുന്നു. ആരും വന്നിട്ടില്ല. ചുന്നിലാൽ പറയുന്നു എന്റെ പൊറോട്ട പഴയതുപോലെ ഉണ്ടെന്ന്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? ചേടാ, ചുന്നിലാൽ പറയുന്നത് കേൾക്കല്ലേ. അവൻ നിന്നെ കണ്ട് അസൂയപ്പെടുന്നു. നിങ്ങളുടെ പൊറോട്ട ഈ ഏരിയയിൽ വളരെ ഫേമസ് അല്ലേ? അപ്പോൾ ഇരുന്നു ഗജ്ജു ചേട്ടാ, പക്ഷെ ഇപ്പോഴില്ല. ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം വീണായി പോകും. ഗജു കുറച്ചു സമയം ശാന്തമായി എന്തോ ആലോചിക്കുകയായിരുന്നു. ആലോചിച്ച് വളരെ വ്യത്യാസമായ രീതിയിൽ പെരുമാറി. അപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇരിക്കൂ. എന്റെ മുത്തശ്ശൻ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ എന്റെ മുത്തശ്ശൻ ഒരു സയന്റിസ്റ്റിന്? ആ, അദ്ദേഹം വെള്ളത്തിൽ നടക്കുന്ന ഷൂ ചെയ്യണമെന്ന് വിചാരിച്ചല്ലേ? അപ്പോഴല്ലേ നമ്മളുടെ ഗ്രാമം മുഴുകിപ്പോയത്? ഷേടാ, അത് ഒരു ചെറിയ ആക്സിഡന്റ് അല്ലേ. അദ്ദേഹം അതുപോലെ ഒരുപാട് മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിന്റെ പുറകിലുള്ള ഷെഡിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങൾക്ക് സഹായമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഗജു പറഞ്ഞ കാര്യത്തിൽ മാധവിന് തീരെ വിശ്വാസമില്ലായിരുന്നു. എന്നാലും തന്റെ കച്ചവടം നഷ്ടപ്പെടാതെ രക്ഷിക്കാനായി ഒരു പ്രാവശ്യം അത് ചെയ്യാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. കുറച്ചു സമയത്തിന് ശേഷം ഗജുവും മാധവും ഒരു പഴയ ഷെഡിനകത്തേക്ക് ചെന്നു. ആ ഷെഡ് വല്ലാതെ പൊടി പിടിച്ചു കിടക്കുകയായിരുന്നു. പിന്നെ മുകൾ ഭാഗത്ത് ചിതൽ പിടിച്ചിരുന്നു. അവിടെ റൂമിൽ വളരെ വ്യത്യാസമായ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൊട്ടിയ സൈക്കിളിന്റെ ടയറും പിന്നെ സ്പ്രിംഗ് ഇട്ടിരിക്കുന്ന ക്രിക്കറ്റ് ബാറ്റും ഉണ്ടായിരുന്നു. വീണ്ടും ഒരുപാട് വ്യത്യാസമായ സാധനങ്ങൾ അവിടെ എവിടെയായി കിടക്കുകയായിരുന്നു. രണ്ടുപേരും അകത്ത് ചെന്ന് നോക്കാൻ തുടങ്ങി. എല്ലാ സാധനങ്ങളും വേസ്റ്റും ഒന്നും മനസ്സിലാകാത്ത രീതിയിലായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് മാധവ് വീണ്ടും വല്ലാതെ വിഷമിച്ചു. ഗജ്ജു ചേട്ടാ, ഇവിടെ പഴയ സാധനങ്ങളായിട്ടുണ്ട്. ഈ ചതുരമായിട്ടിരിക്കുന്ന ടയറുള്ള സൈക്കിൾ എന്തിനു വേണ്ടിയാ? എന്റെ മുത്തശ്ശൻ ഒരുപാട് വിചിത്രമായിട്ടിരിക്കും. അദ്ദേഹം ആർക്കും ആവശ്യപ്പെടാത്ത സാധനങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം ഒരുപാട് നേർമയുള്ളവനാണ്. ഗജു പെട്ടെന്ന് അവിടെ മൂലയിലുണ്ടായിരുന്ന ഒരു സാധനം ശ്രദ്ധിച്ചു. അദ്ദേഹം പതുക്കെ അതിനടുത്തേക്ക് ചെന്നു. അവിടെ ഒരു വിചിത്രമായ ഓവൻ ഉണ്ടായിരുന്നു. അതിന്റെ എല്ലാ ചുറ്റിലും പല നിറത്തിലുള്ള ബട്ടൺസ് പിന്നെ പൈപ്പുകളും ഘടിപ്പിച്ചിരുന്നു. ഇത് കണ്ടോ?
ഇത് കാണാൻ ഒരു അവൻ പോലെ ഉണ്ട്. അദ്ദേഹം ഇതിലാണ് ഭക്ഷണങ്ങൾ ചൂടാക്കിയിരിക്കും. പക്ഷേ ഇത് കാണാൻ ഒരുപാട് വിചിത്രമായിട്ടുണ്ടല്ലേ. ഇതിൽ നിന്ന് ഒരുപാട് പൈപ്പുകൾ എവിടെയാണ് പോകുന്നത്? ഷടാ, ഇതെല്ലാം സയന്റിസ്റ്റിന്റെ സാധനങ്ങളാണ്. കുറച്ച് വ്യത്യാസമായിട്ടിരിക്കുമല്ലേ. ശരി, ഇതിനെ നിങ്ങളുടെ കടയിലേക്ക് എടുത്തു കൊണ്ടുപോവാം. ഇത് വെച്ചിട്ട് പൊറോട്ട വേഗം ചൂടാക്കാമല്ലേ? ഗജുവും മാധവും കൂടി ഒന്നിച്ച് ആ വെയിറ്റായ മെഷീൻ പൊക്കിയെടുത്തു. കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും ഗജുവിനെ തന്റെ വെയിറ്റായ ശരീരം കൊണ്ട് അതും കൊണ്ട് നടക്കാൻ പറ്റിയില്ല. അദ്ദേഹം ക്ഷീണിച്ചു പോയി. മാധവ്, എന്നെ കൊണ്ട് പറ്റില്ല. ഇതിനു ശേഷം നീ ഇത് തൂക്കിക്കൊണ്ടുവാ. മാധവ് ഇത് കണ്ടിട്ട് ചെറുതായി ചിരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് മുൻപേ അറിയാവുന്നതുപോലെ. പിന്നെ അദ്ദേഹം തനിച്ച് ആ വെയിറ്റായ മെഷീൻ പൊക്കിക്കൊണ്ട് നടന്നു വന്നു. രണ്ടുപേരും വീണ്ടും മാധവിന്റെ കടയിലേക്ക് വന്നു. സമയം വൈകുന്നേരമായി. ഏകദേശം മാർക്കറ്റിൽ ആരുമില്ലായിരുന്നു. സുനിലാൽ തന്റെ കടയിലിരുന്നു കൊണ്ട് ചായ കുടിക്കുകയായിരുന്നു. അദ്ദേഹം അവർ വരുന്നത് ശ്രദ്ധിച്ചു. മാധവ് ആ വലിയ മെഷീൻ തന്റെ കടയുടെ കൗണ്ടറിൽ കൊണ്ടുവന്ന് വെച്ചു. ഓഹോ, ഇപ്പോൾ സ്റ്റീൽ ഡപ്പയിൽ പൊറോട്ട വിൽക്കാൻ പോന്നോ? മാധവ്, മണ്ടത്തരത്തിനും ഒരു എല്ലയുണ്ട്. സുനിലാൽ, നീ നിന്റെ പണി മാത്രം നോക്ക്. ഈ മെഷീൻ പണി ചെയ്യുമ്പോൾ നീയും കാണാൻ പോകുന്നുണ്ടല്ലേ. മാധവ് ഫ്രഷായ ആലു പൊറോട്ട ഉണ്ടാക്കി. എന്നിട്ട് അത് അദ്ദേഹം ആ മെഷീനിൽ വെച്ചു. ഇപ്പോൾ ഗജു ആ മെഷീൻ ഓടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് അത് എങ്ങനെ ചെയ്യണമെന്ന് ഒന്നും അറിയില്ല. അതുകൊണ്ട് മുകളിലുണ്ടായിരുന്ന ചുവന്ന ബട്ടൺ അദ്ദേഹം അമർത്തി. അത് അമർത്തിയതും തന്നെ മെഷീൻ വല്ലാതെ ആടാൻ തുടങ്ങിയിരുന്നു. പൈപ്പൊക്കെ തിളങ്ങിക്കൊണ്ട് ഓറഞ്ച് കളറായി മാറി. അകത്ത് തീ കത്തുന്നത് പോലെ. ഗജു ചേട്ടാ, ഇത് പൊട്ടാൻ പോകുന്നോ എന്തോ. ഇതിനെ ഓഫ് ചെയ്യൂ. ചേട്ടാ, പേടിക്കല്ല മോനെ. ഇത് എന്റെ മുത്തശ്ശന്റെ മായജാലമാണ്. എന്താ നടക്കുന്നത് കാണാം. പെട്ടെന്ന് മെഷീനിൽ നിന്നും ഒരു ബെൽ ശബ്ദം കേട്ടു. പിന്നെ അത് നിന്നു. 4 വശത്തിലും വല്ലാതെ ശാന്തത നിറഞ്ഞു. ഗജു പതുക്കെ ആ മെഷീന്റെ കതക് തുറന്നു. അകത്തു നിന്നും ഒരു മണം വന്നു. ഏതോ സ്പെഷ്യലായ ബട്ടർ, പിന്നെ സ്പെഷ്യലായ ഒരു ആഹാരം പോലെ. മാധവും അകത്തേക്ക് എത്തി നോക്കി. എന്നിട്ട് ആ പൊറോട്ട പതുക്കെ പുറത്തെടുത്തു. ആ വലിയ പൊറോട്ട നല്ല തിളക്കത്തിലും ക്രിസ്പിയുമായിരുന്നു. കാണാനത് സ്വർണം പോലെയായിരുന്നു. പക്ഷെ തൊട്ടു നോക്കാൻ വളരെ സോഫ്റ്റ് ആയിരുന്നു. എന്താ ഇത് ഗജു ചേട്ടാ? ഇത് സ്വർണമല്ലേ? പൊറോട്ട സ്വർണമായിട്ട് മാറിയിട്ടുണ്ട്. എന്ത് സ്വർണ പൊറോട്ടയോ? പക്ഷേ മുത്തശ്ശൻ ഇതിനെ ഭക്ഷണം ചൂടാക്കണമെന്നല്ല ചെയ്തത്. ഗജു ആ പൊറോട്ടയിലെ ഒരു ചെറിയ കഷ്ണം എടുത്ത് കഴിച്ചു. അദ്ദേഹം അത് കഴിച്ചതും തന്നെ അദ്ദേഹത്തിന്റെ മുഖം വല്ലാതെ മാറിപ്പോയി. ആ പൊറോട്ടയുടെ രുചി വളരെ വ്യത്യാസമായി നന്നായി വരുന്നു. വാവ്, ഇതിന്റെ രുചിനെ പറയാൻ പറ്റുന്നേ ഇല്ല. ഇവിടെ നോക്ക്, എനിക്ക് എന്തോ വലിയ ശക്തി കിട്ടിയതുപോലെ ഉണ്ട്. എന്റെ ടയർഡ് എല്ലാം എന്നെ വിട്ട് പോയിട്ടുണ്ട്. മാധവ് ചെറുതായി പേടിച്ചു. ഇത് ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് അദ്ദേഹം കരുതി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കസ്റ്റമറായ ഒരു മുത്തശ്ശി അവിടേക്ക് വന്നത്. ആ പൊറോട്ടയുടെ മണം അവരെ വലിച്ചു. അല്ല മോനെ മാധവ്, ഇതെന്ത് മണമാണ് മോനെ? ഇന്ന് നീ വ്യത്യാസമായ എന്തെങ്കിലും ഉണ്ടാക്കിയോ? അമ്മേ വരൂ, ഈ ഗോൾഡൻ പൊറോട്ട എന്നെ കഴിച്ചു നോക്ക്. ഇത് നമ്മളുടെ മാധവിന്റെ പുതിയ റെസിപ്പിയാണ്. മുത്തശ്ശി ആ സ്വർണ്ണ പൊറോട്ടയിൽ ഒരു കഷ്ണം എടുത്ത് കഴിച്ചു. അവരവരുടെ കണ്ണു മൂടി. പിന്നെ അവർ പെട്ടെന്ന് നേരെ നിവർന്നു നിന്നു. പിന്നെ അവർ മുൻപത്തെക്കാളും വളരെ ശക്തി ആർജിച്ചതുപോലെ കാണപ്പെട്ടു. എന്റെ ദൈവമേ, ഇതെന്തൊരു അതിശയമാണ്! എന്റെ മുതുകുവേദനയൊക്കെ കടന്നുപോയി. പിന്നെ ഈ പൊറോട്ട വളരെ സോഫ്റ്റ് ആണ്. ശരിക്കും വെണ്ണ പോലെയുണ്ട്. അവിടെ നിന്നവരൊക്കെ മുത്തശ്ശി കമ്പില്ലാതെ നിൽക്കുന്നത് കണ്ടു. അവർ ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് എല്ലാരും ഉടനെ ആ കടയിലേക്ക് ഓടിച്ചെന്നു. അമ്മേ, ശരിക്കും നിങ്ങളുടെ വേദന ശരിയായിട്ടുണ്ടോ? അതെ മോനെ, ഇപ്പോൾ എന്റെ ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇതാ മോനെ, ഇതിന്റെ കാശ് വെച്ചോളൂ. പിന്നെ എനിക്ക് വീണ്ടും ഒന്ന് പാക്ക് ചെയ്താ. സുനിലാൽ ഇതൊക്കെ കണ്ടിട്ട് വല്ലാതെ ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന് വിശ്വസിക്കാനായില്ല. ഒരു പൊറോട്ട ജനങ്ങളുടെ അസുഖം മാറ്റുന്നെന്നോ? ഇത് കണ്ടതും അദ്ദേഹത്തിന്റെ മനസ്സിൽ അസൂയയുണ്ടായി. നീ കണ്ടോ മാധവ്, മുത്തശ്ശന്റെ മെഷീന് വീണായി പോയിട്ടില്ല. ഇത് ആരോഗ്യത്തിന് തരുന്ന മെഷീനാണ്. ഇനി മുതൽ നിന്റെ പൊറോട്ട സ്വർണം വിൽക്കുന്നത് പോലെ തന്നെ വിൽക്കും. മാധവ് ആദ്യമായി ഇന്ന് സന്തോഷിക്കുകയായിരുന്നു. അടുത്ത ദിവസം മാധവിന്റെ കടയിൽ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ജനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കടയിൽ കൂടി നിൽക്കുകയായിരുന്നു. കാരണം ഇപ്പോൾ എല്ലാരും ആ മഹത്വമുള്ള സ്വർണ്ണ പൊറോട്ട കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഗജു കൗണ്ടറിൽ നിന്നുകൊണ്ട് മെഷീൻ ഓടിക്കുകയായിരുന്നു.
പിന്നെ ഓരോ പ്രാവശ്യവും ഫ്രഷായ സ്വർണ്ണ പൊറോട്ട പുറത്തു വരികയായിരുന്നു. എല്ലാവരും ദയവായിട്ട് ലൈനിൽ വരൂ. ആരോഗ്യം തരുന്ന സ്വർണ്ണ പൊറോട്ട എല്ലാവർക്കും കിട്ടും. ഇവിടെ ആരും അവസരപ്പെടണ്ട. എനിക്ക് 2 പൊറോട്ട വേണം. എൻ്റെ ഇടുപ്പിൽ ഒരുപാട് വേദനിക്കുന്നുണ്ട്. എനിക്കും തന്നെ. ഇത് കഴിച്ചാൽ എന്റെ കാഴ്ചശക്തി തിരികെ കിട്ടുമെന്ന് പറഞ്ഞു. മാധവിന് ഇപ്പോൾ വളരെ സന്തോഷം തോന്നി. അദ്ദേഹം ഗജുവിനെ നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണിൽ ഗജുവിനോടുള്ള സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. ഗജു ചേട്ടാ, നിങ്ങൾ എന്റെ ജീവിതത്തിനെ തന്നെ മാറ്റിക്കളഞ്ഞു. നിങ്ങൾ ആ മെഷീൻ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇനി ഞാൻ തെരുവിലായിട്ടുണ്ടായിരിക്കും. ചേട്ടാ, ഒരു സുഹൃത്തല്ലേ സുഹൃത്തിനെ സഹായിക്കണം. പിന്നെ ഇത് എന്റെ മുത്തശ്ശന്റെ ആശീർവാദമാണ്. രാത്രിയായി. ഇപ്പോൾ കടയും മൂടപ്പെട്ടു. അപ്പോൾ സുനിലാൽ അവിടേക്ക് വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വലിയ സഞ്ചി ഉണ്ടായിരുന്നു. ഈ മെഷീൻ എനിക്കാണ് സ്വന്തമായിരിക്കണം. മാധവ് പോലെ നേർമയാണവൻ ഇതിനെ വെച്ചിട്ട് എന്താണ് ചെയ്യും? ഞാൻ ഇത് എടുത്തുകൊണ്ട് സിറ്റിയിലേക്ക് പോയാൽ ഒരുപാട് കാശുണ്ടാക്കും. അദ്ദേഹം ഇരുമ്പ് കമ്പി കൊണ്ട് കടയുടെ ഷട്ടർ പൊട്ടിച്ചു. എന്നിട്ട് ആ ഓവൻ മോഷ്ടിച്ചു. സുനിലാൽ ആ ഓവൻ തന്റെ കടയിലേക്ക് കൊണ്ടുവന്നു. ഒരു പൊറോട്ട എടുത്ത് ആ മെഷീനിലേക്ക് വെച്ചു. അദ്ദേഹത്തിന് അത് സ്റ്റാർട്ട് ചെയ്യാൻ അറിയില്ല. അദ്ദേഹം ഏതോ ഒരു ബട്ടൺ അമർത്തി. മെഷീൻ പെട്ടെന്ന് ആടാൻ തുടങ്ങി. ഇപ്രാവശ്യം പൈപ്പ് ഓറഞ്ച് നിറത്തിലല്ല, കറുത്ത നിറത്തിൽ കാണപ്പെട്ടു. അതിൽ നിന്നും പുക വരാൻ തുടങ്ങി. സുനിലാൽ കുറച്ചു സമയത്തിനകം പേടിച്ചുപോയി. എന്നാലും അദ്ദേഹം മെഷീൻ ഓഫ് ചെയ്തില്ല. വേഗം വേഗം ചെയ്യൂ. എനിക്ക് ഒരുപാട് സ്വർണ്ണങ്ങൾ ആവശ്യമുണ്ട്. വേഗത്തിൽ ചെയ്യൂ. അതോടെ ആ മെഷീനും നിന്നുപോയി. പിന്നെ ആ മെഷീന്റെ കതക് തന്നെ തുറന്നു. പെട്ടെന്ന് ആ പൊറോട്ട പറന്നു വന്ന് സുനിലാലിന്റെ മുഖത്ത് വീണു. സുനിലാൽ അടി വാങ്ങിക്കൊണ്ട് എണീറ്റു. എന്നിട്ട് അതിനെ ശ്രദ്ധിച്ചു നോക്കി. ആ പൊറോട്ട കല്ല് പോലെ സ്ട്രോങ് ആയിരുന്നു. ഇവിടെ എന്താണ് നടക്കുന്നത്? എന്റെ സ്വർണം എവിടെ പോയി? ഇത് കല്ലായിട്ട് മാറിയിട്ടുണ്ടല്ലേ. അദ്ദേഹം ആ മെഷീൻ വീണ്ടും തൊടാനായി ശ്രമിച്ചു. പക്ഷെ അത് അദ്ദേഹത്തിന് കറണ്ട് ഷോക്ക് നൽകി. അടുത്ത ദിവസം ഗജുവും മാധവും കടയിലേക്ക് വന്നു. അവർ പൂട്ടൊടഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചു. പിന്നെ അവർ കടയിലേക്ക് ഓടി. അകത്ത് ചെന്നതും ആ മെഷീൻ അവിടെ ഇല്ല എന്ന് അവർക്ക് മനസ്സിലായി. ഇത് കണ്ടിട്ട് മാധവ് കരയാൻ തുടങ്ങി. എല്ലാം വീണായി പോയിട്ടുണ്ട്. എന്റെ മെഷീനെ മോഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? നീ കരയല്ലേ. ഇതിനെ ആരാണ് ചെയ്തതെന്ന് എനിക്കറിയും. നമ്മുടെ ഗ്രാമത്തിൽ ഒരു കള്ളനാണ് ഉണ്ട്. മറ്റുള്ളവർ വിജയിച്ചാൽ അസൂയപ്പെടുന്നതിന്. രണ്ടുപേരും സുനിലാലിന്റെ കടയിലേക്ക് ഓടി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ സുനിലാൽ നിലത്ത് കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ കറുത്ത പുക. പാവം, അദ്ദേഹം വളരെ വ്യത്യാസമായും വിഷമത്തോടെയും മെഷീനടുത്തായി ഇരുന്നു. സുനിലാൽ, മോഷ്ടിക്കുന്നത് ഒരുപാട് തെറ്റായ കാര്യമാണ്. പിന്നെ സത്യസന്ധയുള്ള മനുഷ്യനാണ് മുത്തശ്ശന്റെ മെഷീനെ ഉപയോഗിക്കാൻ പറ്റും. എന്നെ ക്ഷമിച്ചേക്കു ഗജു ചേട്ടാ. ഞാൻ വലിയ പൈസക്കാരനാവണമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ മെഷീൻ എന്നെ അടിച്ചിട്ടുണ്ട്. പൊറോട്ട എന്നെ കല്ലായിട്ട് മാറ്റിയിട്ടുണ്ട്. ഗജു ആ മെഷീൻ കയ്യിലെടുത്തു. അത് ശ്രദ്ധിച്ച് വൃത്തിയാക്കി. അത് അദ്ദേഹം വൃത്തിയാക്കാൻ തുടങ്ങിയതും മെഷീനിൽ നിന്നും പുക വരുന്നത് നിന്നു. കുറച്ചു ദിവസത്തിന് ശേഷം ആ കട വീണ്ടും തുറന്നു. ആ കടയുടെ ബോർഡ് മാറ്റി ഗജു പിന്നെ മാധവിന്റെ ഗോൾഡ് പൊറോട്ട എന്ന പേര് വെച്ചു. രണ്ടുപേരും പഴയതുപോലെ വളരെ ഉത്സാഹത്തോടെ കസ്റ്റമേഴ്സിന് വളരെ ഫ്രഷായ രുചിയുള്ള പൊറോട്ട അവർ ചെയ്തു നൽകി. നീ കണ്ടോ മാധവ്, നേർമയായിട്ടും സത്യമായിട്ടിരുന്നാൽ എപ്പോഴും നല്ലതേ നടക്കും. പിന്നെ കുറച്ച് സമയത്തിൽ നമുക്ക് സ്വർണവും കിട്ടും. വളരെ ശരിയായിട്ട് പറഞ്ഞു ഗജു ചേട്ടാ. പിന്നെ മുഖ്യമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊറോട്ടാവിൽ ആൾക്കാർക്ക് ആരോഗ്യം തരുന്ന ശക്തിയുണ്ട്. ഗജു തന്റെ ഹെയർ സ്റ്റൈൽ ചെയ്തു. പിന്നെ ഹീറയെ പോലെ ഒരു പോസ് നൽകി. ഗജു ചേട്ടാ വിജയിക്കട്ടെ. ഗജു ചേട്ടാ വിജയിക്കട്ടെ.